everyone, welcome to Glow Picture. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എവറിഡേ മേക്കപ്പ് ലുക്കാണ്. ഇത് ഒരു അഫോർഡബിൾ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അതുകൊണ്ട് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കോളേജ്, ഓഫീസ് അവർക്കൊക്കെ ഡെയിലി പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു എവറിഡേ മേക്കപ്പ് ലുക്കാണ്. ഈ ഒരു മേക്കപ്പ് ലുക്കിൽ നമ്മൾ കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കുറേ സ്റ്റെപ്സ് ഇല്ല. വളരെ എളുപ്പമാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അധികം ഡിലേ ആക്കാണ്ട് ലെറ്റ്സ് ജംപ് ഇൻടു ദി വീഡിയോ. നമ്മൾ എന്ത് മേക്കപ്പ് ലുക്ക് ചെയ്യുകയാണെങ്കിലും മസ്റ്റായിട്ടും ഫോളോ ചെയ്യുന്നതാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ. സോ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടോണറാണ്. ടോണറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലമ്മിൻ്റെ ഈ ഒരു ഗ്രീൻ ടീ ടോണറാണ്. എൻ്റെതൊരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടോണർ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ പോഴ്സിനൊക്കെ ഒരു റിഡക്ഷൻ വന്നിട്ടുണ്ട്. സോ ഞാൻ ഈ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ടോണർ നമ്മൾ സ്കിന്നിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ്. മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാനിന്ന് എടുത്തിട്ടുള്ളത് പോൺസിൻ്റെ ഈ ഒരു ജെൽ മോയ്സ്ചറൈസർ ആണ്. കറൻ്റ്ലി ഞാനിപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ വരുന്ന മോയ്സ്ചറൈസറാണ്. സോ ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് മോയ്സ്ചറൈസറാണിത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സൺസ്ക്രീനിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ എപ്പോഴും 3 ഫിംഗർ റൂൾ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനെപ്പോഴും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യൽ. സോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഈ ഒരു സൺസ്ക്രീനിൽ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ CTMS ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ നമ്മുടെ ഈ ഒരു CTMS റുട്ടീൻ്റെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സ്കിൻ കെയർ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ നേരെ നമ്മുടെ മേക്കപ്പ് ലുക്കിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിലെല്ലാം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എവറിഡേ ലുക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു ബിഗിനർ മേക്കപ്പ് കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് സജഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എവറിഡേ ലുക്കിൽ ഞാൻ ഒരിക്കലും ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും തന്നെ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ഈ ഒരു BB ക്രീമാണ്. ഷെയ്ഡ് മീഡിയം 3. ഈ ഒരു BB ക്രീം ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിൽ അത്ര ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. എവറിഡേ യൂസിന് ഈ ഒരു BB ക്രീം പെർഫെക്റ്റ് ആണ്. ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഒന്നുമില്ല, പക്ഷെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് ഈ ഒരു മാർസിന്റെ BB ക്രീമിലുണ്ട്. സോ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. ഒരിക്കലും ഒരു ഫൗണ്ടേഷൻ്റെയോ കൺസീലറിൻ്റെയോ കവറേജ് പ്രതീക്ഷിച്ചിട്ട് ഒരു BB ക്രീം യൂസ് ചെയ്യരുത്. ഈ ഒരു BB ക്രീം ലൈറ്റ് വെയിറ്റ് ആണ്. ഭയങ്കര കവറേജ് ഒന്നുമില്ല. ഒരു ലോ ടു മീഡിയം ബിൽഡബിൾ കവറേജേ ഉള്ളൂ. ഹൈ കവറേജ് ഒന്നും ഈ ഒരു BB ക്രീം തരുന്നില്ല. എനിക്ക് തോന്നുന്നില്ല എവറിഡേ യൂസിന് ഫുൾ കവറേജ് ഉള്ള ഒരു കൺസീലറോ അല്ലെങ്കിൽ ഫുൾ കവറേജ് ഉള്ള ഫൗണ്ടേഷനോ BB ക്രീമോ ആവശ്യമുണ്ടെന്നുള്ളത്. ഒരു BB ക്രീം കുറച്ചെടുക്കുക. നമ്മുടെ വളരെ കുറച്ച് മതി. നമ്മൾ കൂടുതൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് നമുക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുക. ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. യൂസ് ചെയ്യുമ്പോൾ വെള്ളം വരരുത്. പക്ഷെ വെറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾ ഈ ബ്യൂട്ടി ബ്ലെൻഡറിന് പകരം മേക്കപ്പ് ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കവറേജ് കിട്ടും. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യൽ. എന്നിട്ട് നമ്മുടെ ഫേസിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര കവറേജ് അല്ലെങ്കിലും ഈ ഒരു BB ക്രീമിന് അത്യാവശ്യം കവറേജ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഓൾമോസ്റ്റ് കവർ ആയിട്ടുണ്ട്. ഡാർക്ക് സർക്കിൾസ് ഇപ്പം നല്ലപോലെ ഉണ്ട്. ഫുൾ കവറേജ് അല്ലെങ്കിലും
അത്യാവശ്യം നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഈ ഒരു BB ക്രീം യൂസ് ചെയ്താൽ തന്നെ കവർ ആവും. ഞാൻ ഈ ഒരു BB ക്രീം അത്യാവശ്യം ഫംഗ്ഷന് പോകുമ്പോൾ പോലും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ഫേസിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആക്നെന്റെ മാർക്സ് ഒന്നും കവർ ആയിട്ടില്ല. പക്ഷെ ഒരു ഈവൻ ടോണിന്റെ ലുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഡാർക്ക് സർക്കിൾസ് അത്യാവശ്യം കവർ ആയിട്ടുണ്ട്. അപ്പൊ എവറിഡേ യൂസിന് നമുക്ക് ഈ ഒരു BB ക്രീം തന്നെ ധാരാളമാണ്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. ഒരു ഗ്ലോയി ഫിനിഷാണ് ഈ ഒരു BB ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു BB ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ലൂസ് പൗഡേഴ്സോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഒരു ഗ്ലോയി ബേസാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാനിത് സെറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു BB ക്രീം അങ്ങനെ അത്ര ക്രീസ് ആവുന്ന ടൈപ്പ് അല്ല. അതുകൊണ്ട് നമ്മളത് സെറ്റ് ചെയ്തില്ലെങ്കിലും അങ്ങനെ ഭയങ്കര ക്രീസി ആയി പോവേ അല്ലെങ്കിൽ കേക്കി ആയിട്ട് വരെയൊന്നുമില്ല. സോ ഞാൻ സെറ്റിംഗ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. നമ്മുടെ ഫേസിൽ ഇൻസ്റ്റന്റ്ലി ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാന്നുള്ളത്. ഒരിക്കലും ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളേഴ്സ് യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രേ കളർ യൂസ് ചെയ്യുക. ബ്ലാക്ക് കളറൊക്കെ വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഡ്രാമാറ്റിക്കൽ ലുക്കായി പോവും. സോ ഏറ്റവും നല്ലത് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ ചൂസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാഴ്സിന്റെ ഐബ്രോ പെൻസിൽ നോക്കാം, അല്ലെങ്കിൽ മിസ് ക്ലെയറിന്റെ ഐബ്രോ പെൻസിൽ, ബ്ലൂ ഹെവന്റെ ഐബ്രോ പെൻസിൽ. ഈ 3 ഐബ്രോ പെൻസിലും നല്ലതാണ്. സോ ഞാൻ ആദ്യം തന്നെ ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്യാണ്. നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും ഐബ്രോസ് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു എൻഡിൽ ഫില്ല് ചെയ്യരുത്. അവിടുന്ന് കുറച്ച് നീങ്ങി ഈ ഒരു പോർഷൻ തൊട്ട് മാത്രമേ നമ്മൾ ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു പോർഷൻ നമ്മൾ വെറുതെ വിടുക. എന്നിട്ട് നമ്മുടെ താഴെ ഒന്ന് ലൈൻ ചെയ്യുക, മേലെ ഒന്ന് ലൈൻ ചെയ്യുക, എന്നിട്ട് അതിലൊന്ന് ഫില്ല് ചെയ്യുക. അല്ലാതെ ഓവറായിട്ട് നമ്മൾ ഐബ്രോസിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡ്രമാറ്റിക്കൽ ലുക്കായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, ഐ ഷാഡോ ആണ്. ഞാനിവിടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു കളർ ചൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഈ ഒരു ബ്ലഷ് ആണ് ഞാൻ ഐ ഷാഡോയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു പിങ്ക് കൈൻഡ് ഓഫ് കളറാണ് ഈ ഒരു ബ്ലഷിനുള്ളത്. വളരെ കുറച്ച് പ്രൊഡക്റ്റ് എടുത്താൽ മതി, കൂടുതൽ പ്രൊഡക്റ്റ് എടുക്കണ്ട. കാരണം ഇത് നല്ല പിഗ്മെന്റേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ ഒരു ഐ ഷാഡോ യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊന്നും തോന്നൂല. എന്നാൽ ഒരു ചെറിയ ടിന്റ് ഓഫ് കളറും നമ്മുടെ ഐലിഡ്സിൽ ഉണ്ടാവും. ഒരു എവറിഡേക്ക് ഞാൻ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ ഷാഡോ കുറച്ച് നമുക്ക് അണ്ടർ ഐസിലും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഐലൈനർ ആണ്. ഐലൈനറിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സുഡിയോന്റെ ഈ ഒരു ലൈനറാണ്. അഫോർഡബിൾ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു എവറിഡേ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ലൈനറാണിത്. നിങ്ങൾക്ക് ഇതല്ലാന്നുണ്ടെങ്കിൽ ഇൻസൈഡിന്റെ ലൈനർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ മെബിലൈൻ്റെ കൊളോസൽ ലൈനർ ഉണ്ട്, അതും അടിപൊളിയായിട്ടുള്ള ഒരു ലൈനറാണ്. സോ ഞാനിപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്നത് സുഡിയോന്റെ ഈ ഒരു ലൈനറാണ്. പിന്നെ ഈ ഒരു ക്യാമറ നോക്കിയിട്ട് ലൈനർ വരയ്ക്കാനുള്ള അത്ര കഴിവൊന്നും എനിക്കില്ല. സോ ഞാൻ ലൈനർ വരച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഐസ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് എൻ്റെ മോസ്റ്റ് ഫേവററ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് മസ്കാര. മസ്കാരക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാഴ്സിന്റെ ഈ ഒരു ഡബിൾ ട്രബിൾ മസ്കാരയാണ്. ഇത് 2-in-1 മസ്കാരയാണ്. അതായത് ഇതിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് ഭയങ്കര ഒരു ഡ്രാമാറ്റിക് ലുക്ക് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് യൂസ് ചെയ്യാം. അതല്ല നമുക്കൊരു എവറിഡേ ലുക്കാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം യൂസ് ചെയ്താൽ മതി. ഈ മസ്കാരക്ക് 2 വോണ്ടാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു വോണ്ടാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ഒരു വോണ്ടാണ്. ഇത് കുറച്ചും കൂടി ഒരു കട്ടിയൊക്കെ ഉള്ള ഒരു വോണ്ടാണ്. ഇപ്പൊ ഞാൻ സ്റ്റെപ്പ് 1 മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മസ്കാര എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിന്റെ എക്സസ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും നമ്മുടെ ഐലാഷില്.
മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ വിഗിൾ ചെയ്ത് കൊടുക്കുക. ഡിഫറൻസ് ഉണ്ടോ? നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഐസ് നല്ല വലുതായിട്ട് തോന്നും. ലോവർ ലാഷസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ലോവർ ലാഷസിലും മസ്കാര അപ്ലൈ ചെയ്യാറുണ്ട്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഐ മേക്കപ്പ് എന്ന് പറയാൻ മാത്രം കുറേ സ്റ്റെപ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഐ ഷാഡോ യൂസ് ചെയ്തു, ലൈനർ യൂസ് ചെയ്തു, മസ്കാര യൂസ് ചെയ്തു. മസ്കാരൻ്റെ ആണ് ഈ ഒരു ഡിഫറൻസ് നമ്മുടെ ഐസിന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലിപ് ലൈനർ ആണ്. ലിപ് ലൈനറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റിമൽ ലണ്ടൻ്റെ ഈ ഒരു ലിപ് ലൈനർ ആണ്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഇതുമെന്ന് പോയിട്ടുണ്ട്. എനിക്കറിയില്ല ഇത് ഏതാ ഷെയ്ഡ് വരുന്നതെന്നുള്ളത്. ഈ ഒരു ലിപ് ലൈനർ എനിക്ക് കുറച്ച് ലൈറ്റാണ്, അതായത് എനിക്ക് കുറച്ച് വാഷ് ഔട്ട് ചെയ്യും. ലിപ്സ്റ്റിക്ക് എനിക്ക് ഓക്കെ ആണ്, പക്ഷെ ഒരു എവറിഡേ യൂസിന് എനിക്ക് അത്രയും ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ പ്രിഫർ ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യുന്നത്. പറയാൻ മറന്നുപോയി, ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ഒരു ക്ലിപ്പ് എടുക്കാനായിട്ട് മറന്നുപോയി. നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്യുമ്പോൾ തന്നെ ലിപ് ബാം ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഞാനിനി എൻ്റെ ലിപ്പ് ലൈൻ ചെയ്യാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ലിപ് ലൈനർ വരുന്നത്. നമ്മൾ ലിപ് ലൈനർ ഇടുമ്പോൾ ലിപ്സിന്റെ ഉള്ളിലേക്കും ഇത് നല്ലപോലെ സ്മഡ്ജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് മിബ്ലൈൻ സെൻസേഷണൽ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്, ഇൻ ദ ഷെയ്ഡ് അപ്ബീറ്റ് ക്രിംസൺ. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. ആ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡായിട്ട് ഇരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റനിങ് ഷെയ്ഡായിട്ട് മാറും. എവറിഡേ യൂസിന് അങ്ങനത്തെ ഷെയ്ഡ്സ് അധികം ഞാൻ പ്രിഫർ ചെയ്യുന്ന ആളല്ല. നമ്മളൊരു സ്റ്റെപ്പ് മറന്നുപോയി. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യേണ്ടതായിരുന്നു, വിച്ച് ഇസ് ബ്ലഷ്. നമ്മൾ ബ്ലഷ് ഇടാനായിട്ട് മറന്നു. നമ്മുടെ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. നമുക്കപ്പോൾ ബ്ലഷ് ഇടാം. ഈ ഒരു ബ്ലഷ് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, സോ കുറച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലഷൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമുക്ക് എവറിഡേ ലുക്കിന് പ്രിഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്കാണ്. അധികം സ്റ്റെപ്പ് ഒന്നുമില്ല. ഇപ്പം ഞാൻ ഇത്രയും പ്രോസസ്സ് പറഞ്ഞ് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 to 5 minutes ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. സോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.